ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി വടയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വട നിങ്ങളൊന്ന് നോക്കി, കാണാൻ നല്ലൊരു രസമില്ലേ? കാണാനായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഗുണ്ട് പോലെ തന്നെ ഇരിക്കല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരിലും ഒരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അമ്മ, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേ? ഗുണ്ടുവട. ആ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുണ്ട് പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണ്ടുവട എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഗുണ്ടുവട നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഉള്ളിച്ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് തിന്നാലുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഗുണ്ടുവട ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗുണ്ടുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പ് വേണം, പിന്നെ ഉഴുന്നും പരിപ്പും വേണം. ഇത് രണ്ടിന്നും ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് നമുക്കത് 2 മണിക്കൂർ നേരം കുതിർത്താൻ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തേക്കണത്. ചെറുപയർ പരിപ്പും ഉഴുന്നു പരിപ്പും. ഇനി അത് രണ്ടും നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം. അതെ, രണ്ടും ഒരേ അളവിൽ എടുക്കണം കേട്ടോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പും ഉഴുന്നും പരിപ്പും കൂടി കുതിർത്തിട്ട് 2 മണിക്കൂർ നേരം കുതിർത്ത് കഴിഞ്ഞിട്ട് അത് വെള്ളം വാർത്ത് കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ: സവാള, ഒരു വലിയ സവാളയാണ്, അത് ചെറുതായി കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ, പിന്നെ വേപ്പില ചെറുതായി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ നമുക്കിതിൽ ചേർത്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. കണ്ടോ, അതിങ്ങനെ ഇതേപോലെ വിട്ടു പോകുന്ന തരത്തിൽ, ആ പരുവത്തിൽ അരച്ചെടുക്കണം, അധികം വെള്ളം ചേർക്കാതെ. കണ്ടോ, അങ്ങനെ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. സവാള പൊടിയായി അരിഞ്ഞ് വെച്ചത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 ഞാൻ വെച്ചിട്ടുണ്ട്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ്, ചെറിയ ജീരകം, പെരുംജീരകം അല്ല. ഇനി വേപ്പില അരിഞ്ഞ് വെച്ചത്, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഉപ്പൊക്കെ നല്ലോണം നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ബോളുകൾ ഉണ്ടാക്കിയിടാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളുകളായിട്ട് ഇതിലേക്ക് ഇടാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. വലുപ്പം ചെറിയതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഇടാം, വലുതായിട്ട് വേണമെങ്കിൽ വലിയ രീതിയിൽ ഇടാം. ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ ലോയിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് വേഗം ഉള്ളു വേവാതെ വരും. ഇത് ഉഴുന്നൊക്കെ ഉള്ള കാരണം നല്ല കുമിള പോലെ പൊന്തി വരും. പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. ഇത് വേഗം വെന്ത് വരും. നമുക്കിത് എണ്ണ അധികം കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഉഴുന്നായതുകൊണ്ട് എണ്ണ അധികം വലിക്കില്ലല്ലേ? ഉഴുന്നായ കാരണം ഇതിൽ നമുക്ക് വലിയ ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയതായിട്ട് പരത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പേര് തന്നെ ഗുണ്ടുവട എന്നായ കാരണം കണ്ട, ഗുണ്ട് പോലെ തന്നെ വരികയാണ് നല്ല ബോളുകൾ. ഇപ്പോൾ ഏകദേശം നമ്മുടെ വട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം പിടിച്ച് ഇതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാനായിട്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഇപ്പോൾ നമ്മുടെ ഗുണ്ടുവട ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക്
ഉള്ളിച്ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തിയുടെ കൂടെയോ കഴിക്കാം. ഇത് നമുക്ക് ഇത് 4 മണിക്ക് ചായയുടെ ഒപ്പം ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. എണ്ണയുടെ ഒന്നും അങ്ങനെ വലിയ കാര്യമായ പ്രശ്നം, എണ്ണ അധികം കുടിക്കില്ലത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.